ഹായ് എവ്രി വൺ, ഞാൻ ഡോക്ടർ അഞ്ജിത അക്ഷയ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്, സമരിറ്റൻ ഹോസ്പിറ്റൽ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മെനോപോസ് എന്നുള്ള വിഷയത്തിനെ കുറിച്ചാണ്. അതായത് ആർത്തവ വിരാമം. എന്താണ് ഈ മെനോപോസ്? അതിനോടനുബന്ധിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്? അതിനുശേഷം എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്? അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ മെനോപോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് നമ്മൾ പറയുന്നത്, ഒരു നാച്ചുറലായിട്ടുള്ളൊരു പ്രോസസ്സാണ്. അല്ലാതെ അതൊരു അസുഖമായിട്ടല്ല അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ കൺസേൺഡ് ആവേണ്ടത്. എല്ലാ സ്ത്രീകളും കടന്നു പോകുന്ന ഒരു ഫേസാണ് ഈ മെനോപോസ് എന്ന് പറയുന്നത്. എപ്പോഴാണ് നമ്മൾ മെനോപോസ്, ആർത്തവ വിരാമമായി എന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? അതായത് മെൻസസ് നിന്നതിന് ശേഷം, പീരീഡ്സ് നിന്നതിന് ശേഷം 1 ഇയർ, ഒരു വർഷക്കാലം പീരീഡ് വരാതെ ഇരുന്ന് കഴിഞ്ഞാലാണ് ആർത്തവ വിരാമമായി എന്ന് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ ഈ ഒരു പീരീഡിന് ചിലപ്പോൾ ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് മുന്നേ തന്നെ ഇതിനോടനുബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങാറുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത്. എന്താണ് ഈ മെനോപോസ്? എന്തുകൊണ്ടാണ് ആർത്തവ വിരാമം സംഭവിക്കുന്നത്? അതായത് നമ്മുടെ അണ്ടാശയത്തിൽ നിന്നുള്ള മെയിനായിട്ടുള്ള 2 ഹോർമോൺസാണ് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രവർത്തനം നിന്ന് ഈ ഹോർമോൺസ് പ്രൊഡക്ഷൻ ഇല്ലാതാവുന്ന ഒരു സ്റ്റേജാണ് ഈ മെനോപോസ്. അപ്പോൾ ആ ഡെഫിഷ്യൻസി, ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അറിയേണ്ടതാണ്. എന്തൊക്കെയാണ് ഈ മെനോപോസ് ആയി കഴിഞ്ഞാൽ വരുന്ന കോംപ്ലിക്കേഷൻസ്? ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിന് വല്ലാതെ ചൂട് അനുഭവപ്പെടുക. പിന്നെ രാത്രി കിടന്ന് ഉറങ്ങിയതിന് ശേഷം ഒരുപാട് വിയർത്ത് വല്ലാതെ ചൂടനുഭവപ്പെട്ട് എഴുന്നേൽക്കേണ്ടി വരിക. പിന്നെ ഉറക്കമില്ലായ്മ, മൂഡിൽ വരുന്ന ചേഞ്ചസ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരിക, പിന്നെ കാരണമില്ലാതെ സങ്കടം വരിക. ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്നുള്ള ഒരു വിഷയത്തിനെ കുറിച്ച്. അതായത് മെൻസസിന് മുന്നേ വരുന്ന സിംറ്റംസ്, ഏകദേശം കുറേ സിംറ്റംസ്, ഈ പറയുന്ന സൈക്കോളജിക്കലായിട്ടുള്ള സിംറ്റംസ് കുറേയൊക്കെ ഈ മെനോപോസ് ആയ സ്ത്രീകളിലും കാണാറുണ്ട്. അതായത് ഈ മൂഡ് ചേഞ്ചസും ഡിപ്രഷൻ പോലത്തെ ബുദ്ധിമുട്ടുകളും അങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം. പിന്നെ രണ്ടാമത്തത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ഇങ്ങനത്തെ അസുഖങ്ങൾ മെനോപോസ് വന്ന സ്ത്രീകളിൽ കാണാറുണ്ട്. ഇതിൻ്റെയൊക്കെ റീസൺ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോണിൻ്റെ ഡെഫിഷ്യൻസിയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെക്ഷൽ ഫങ്ഷൻ. അതായത് നമ്മുടെ വജൈനയുടെ ലൂബ്രിക്കേഷനൊക്കെ കുറയുക, അവിടുത്തെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുക. അപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഡ്രൈ ആയിട്ട് അനുഭവപ്പെടും. ചെറുതായിട്ടുള്ള ഒരു ഇൻസൾട്ട് മതി, ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാം. പിന്നെ ഒരു മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ, അടിക്കടി മൂത്രം പോവുക, ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും അറിയാതെ മൂത്രം പോവുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ. പിന്നെയുള്ളൊരു പ്രധാന കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുകളുടെ ബലക്കുറവ്. ചെറിയൊരു വീഴ്ച മതി ഫ്രാക്ചേഴ്സ്, അങ്ങനെ എല്ല് പൊട്ടാനും ഒക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി മാത്രമാണ്. 2 തരത്തിലാണ് നമ്മൾ ഈ മെനോപോസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒന്ന് നാച്ചുറൽ മെനോപോസ്, അതായത് ഞാൻ പറഞ്ഞു നമ്മൾ പീരീഡ്സ് നിന്നതിന് ശേഷം ഒരു വർഷം പീരീഡ് വരാതിരിക്കുക. 2 എന്ന് പറയുന്നത് സർജിക്കൽ മെനോപോസ്. സർജിക്കൽ മെനോപോസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തിന് വേണ്ടി, ഇപ്പോൾ അതായത് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ഓവേറിയൻ സിസ്റ്റ്, ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഓവറീസ് റീറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരും. അപ്പോൾ നമ്മൾ യൂട്രസ് ഓവറീസിനോട് കൂടിയാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന നമ്മൾ സർജിക്കലി മെനോപോസ് ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ അവർ ഈ ഒരു കാറ്റഗറിയിലേക്ക് ആവുകയാണ്. അപ്പോൾ ഈ പറയുന്ന സിംറ്റംസ് എല്ലാം അവരിലും കാണാറുണ്ട്. അപ്പോൾ നമ്മളിതിനെ എങ്ങനെയാണിത് ട്രീറ്റ് ചെയ്യുക? ഇപ്പോൾ ഈ പറഞ്ഞ ചിലർക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാത്ത സ്ത്രീകളും ഉണ്ട്. ഇതിൻ്റെ അങ്ങേയറ്റം വളരെ വേഴ്സായിട്ടുള്ള സിംറ്റംസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ 2 കാറ്റഗറിയിലുള്ള ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചിലർക്കിത് കേൾക്കുമ്പോൾ തോന്നും എനിക്ക് പീരീഡ്സ് നിന്നിട്ട് യാതൊരു തരം ഇഷ്യൂസും ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ചിലർക്ക് ആ ഒരു ഫേസിലേക്ക് നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ സിംറ്റംസ് കാണിക്കുന്ന ആൾക്കാരുണ്ട്. എന്തൊക്കെ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് എന്തൊക്കെയാണ് ഈ മെനോപോസിനോടനുബന്ധിച്ച്? ചിലർ ഇപ്പം
ഞാൻ പ്രായത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ്, അതായത് 45 ഇയേഴ്സ് തൊട്ട് ഈ പറയുന്ന മെനോപോസ് അറ്റൈൻ ചെയ്യാനുള്ള ഏജ് ഗ്രൂപ്പ് ആണ് 45 ആൻഡ് 45 ഇയേഴ്സ് എബവ്. ചിലർക്ക് അതൊരു 55 ഇയേഴ്സ് വരെയും പോകുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ്, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. കാരണം ഇത്രയും നാളും യാതൊരു പ്രശ്നവും ഇല്ലാതെ പീരീഡ്സ് വന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ 2 മാസം വരാതിരിക്കുക, അല്ലെങ്കിൽ വരുന്ന ബ്ലീഡിങ് നേരത്തേതിനേക്കാളും കൂടുതൽ അല്ലെങ്കിൽ കുറവ്, വളരെ ചിലപ്പോൾ 6-7 ദിവസം ബ്ലീഡ് ചെയ്തുകൊണ്ടിരുന്നവർ ചിലപ്പോൾ 2-3 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് ബ്ലീഡിങ് ചുരുങ്ങുക, മാസത്തിൽ 2 പ്രാവശ്യം വരിക, ഇങ്ങനത്തെ വേരിയേഷൻസ് ആദ്യത്തതിൽ നിന്നും അനുഭവപ്പെടും. അപ്പോൾ ചിലർ ഈ സിംറ്റംസുമായിട്ടായിരിക്കാം നമ്മുടെ ഒ പിയിലേക്ക് വരുന്നത്. ചിലർക്ക് മൂഡ് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കും. അങ്ങനെ പല വേരിയേഷൻസ് ആണ് സിംറ്റംസ് കാണിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഡെഫിഷ്യൻസിയാണ് ഈ പറയുന്ന സിംറ്റംസ്, മെനോപോസ് ഉണ്ടാവാനുള്ള റീസണും അതുപോലെ തന്നെ ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവാനും ഈ 2 ഹോർമോൺസിൻ്റെ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ നമ്മൾ ഈ ഹോർമോൺസ് നമ്മളത് സപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ്. അത് വളരെ സിംറ്റംസ് വളരെ സിവിയർ ആയിട്ടുള്ളവർക്കാണ് നമ്മൾ ആ OCPയിലേക്ക്, അത് പക്ഷേ വളരെ ചെറിയ ഡോസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കുറച്ച് കാലത്തേക്കേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം അതിനോടനുബന്ധിച്ച് വരുന്ന സൈഡ് എഫക്ട്സും കോംപ്ലിക്കേഷൻസും വേറെ കുറേ ഉണ്ട്. ലൈക്ക് യൂട്രസിൻ്റെ ക്യാൻസർ, ബ്രസ്റ്റിൻ്റെ ക്യാൻസർ, പിന്നെ അതുപോലെ ഗോൾ ബ്ലാഡർ സ്റ്റോൺസ്, അങ്ങനെ കുറേ ലോങ് ടേം ആയിട്ട് നമ്മൾ ഈ OCPs യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം നമുക്കത് വളരെ ചെറിയ ഡോസിൽ കുറച്ച് കാലത്തേക്ക് നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ, അതും ഏറ്റവും സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് ഉള്ളവർക്ക്. പിന്നെ നമുക്ക് ഡയറ്റിൽ നമുക്ക് മോഡിഫിക്കേഷൻസ് വരുത്താം. അതായത് നാച്ചുറൽ ഫൈറ്റോ ഈസ്ട്രജൻസ് ഉള്ള സോയാബീൻസ്, അങ്ങനത്തെ വെജിറ്റബിൾസ്, ബാക്കി വെജിറ്റബിൾസൊക്കെ ഒത്തിരി ഇൻക്ലൂഡ് ചെയ്യുക. പിന്നത്തെ ഡീപ്പ് ബ്രീതിങ് എക്സസൈസസ്, യോഗ പോലത്തെ എക്സസൈസസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് ഈ പറയുന്ന മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും അതൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ്. മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊരു അസുഖമല്ല, എല്ലാ സ്ത്രീകളും കടന്നു പോകേണ്ട ഒരു നോർമലായിട്ടുള്ളൊരു ഫേസാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മൂഡ് ഡിസോർഡേഴ്സ്, മൂഡ് ചേഞ്ചസ്, ഉറക്കമില്ലായ്മ, ശരീരത്തിന് ചൂട്, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒരുപാട് സ്ത്രീകളും പറയുമ്പോൾ പലരും, ഇപ്പോൾ പാർട്ട്നേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കൂടെയുള്ളവരാണെങ്കിലും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു സിവിയർ ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് പറ്റാത്ത രീതിയിലേക്ക് ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരുപാട് പേഷ്യൻസിനെ നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മളത് ഒരിക്കലും ലൈറ്റായിട്ട് എടുക്കരുത്. ഹെൽപ്പ് വേണ്ടവർക്ക് നമ്മളത് കൃത്യമായിട്ട് ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ചികിത്സ കൊടുക്കേണ്ടതാണ്.